ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് യോഗയെക്കുറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ മടിയുള്ള ആൾക്കാരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ യോഗയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവുന്നതിന് വേണ്ടിയിട്ടും ശരിക്കും വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് കുനിഞ്ഞിട്ട് എണീക്കാനോ അതുപോലെ അവരുടേതായ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുവാനൊന്നും സാധിക്കാത്ത ഇന്നത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നതെന്ന് അറിയാം. അപ്പോൾ ഞാനൊരു യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 7 ദിവസം ക്ലാസ് ഉണ്ട്. ഒരു മാസത്തേക്ക് 200 രൂപയാണ് ഫീസ്. താല്പര്യമുള്ള വീട്ടമ്മമാർക്ക് ജോയിൻ ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു കൈ നോക്കാം. 6 മാസം വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് 100% ഞാൻ ഉറപ്പ് നൽകുന്നു. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യോഗ എന്താണെന്ന് പോലും അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു യോഗാസനങ്ങൾ, അതുപോലെ ചെറിയ രീതിയിലുള്ള വാമപ്പ് എക്സസൈസൊക്കെ പഠിപ്പിച്ച് കുഞ്ഞായിട്ടാണ് ആ ഒരു യോഗയിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് യോഗയെന്ന് കേട്ട് ആരും പേടിക്കേണ്ട. നമ്മളിപ്പോൾ യോഗയെന്ന് പറഞ്ഞ് എല്ലാവർക്കും അയ്യോ യോഗയോ അതിനോ എവിടെയെങ്കിലും ഉളുക്കോ കയ്യോ കാലോ എന്തെങ്കിലും അങ്ങനെയൊക്കെ തോന്നും എല്ലാവർക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ചെറിയ രീതിയിലുള്ള യോഗ ചെറിയ കുഞ്ഞ് രീതിയിൽ പഠിപ്പിച്ച് നിങ്ങളുടെ ബോഡി മൊത്തം ഫ്ലെക്സിബിൾ ആയ ശേഷം മാത്രമേ യോഗയുടെ കൂടുതൽ സ്റ്റേജിലോട്ട് എത്തിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മാത്രമേ യോഗ ചെയ്യാവൂ. യോഗ നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് യോഗ ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മൾ യോഗ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനറുടെ കീഴിൽ മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.